ഹായ് ഫ്രണ്ട്സ്, മല്ലു സീരിയസ് സ്റ്റോറീസിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്രം മാറ്റി നോക്കി നോക്കാം. അപ്പോൾ ഇന്നലെ ജലജ വക്കീലിനെ കൊണ്ട് ചെന്നിട്ടുണ്ടല്ലോ നന്ദുട്ടൻ്റെ അടുത്ത്. അപ്പോൾ നന്ദുട്ടൻ ജലജേനെ കുറേ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് കേട്ടോ, ഇനിയിപ്പോൾ നിങ്ങളുടെ മോനെ എന്തായാലും ജാമ്യം തരാൻ പറ്റില്ല. അതിനിപ്പോൾ ഏത് വലിയ വക്കീലിനെ കൊണ്ടുവന്നിട്ടും കാര്യമില്ല. നിയമത്തിൻ്റെ വഴിക്ക് തന്നെ പോകും. അപ്പോൾ വക്കീൽ ചോദിക്കുന്നുണ്ട് കേട്ടോ, ഞങ്ങൾക്ക് അയാളൊന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നന്ദുട്ടൻ പറയും അതിനും തടസ്സമില്ല, പോയി കാണാം. അപ്പോൾ ജലജ പറയുന്നുണ്ട് കേട്ടോ, ഞാൻ എൻ്റെ മോനെ ഒന്ന് കണ്ടിട്ട് വരാം സാർ എന്ന് പറഞ്ഞിട്ട് എനിക്ക് പോകുന്നുണ്ട്. അപ്പോൾ ജലജ അങ്ങോട്ട് പോയി വക്കീൽ ചോദിക്കുന്നുണ്ട് കേട്ടോ, ആ പയ്യൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നുമില്ലെങ്കിലും മേഡത്തിൻ്റെ ചേച്ചിയുടെ ഭർത്താവല്ലേ. അപ്പം നന്ദുട്ടൻ പറയുന്നത് കേട്ടോ, ഞാൻ പറഞ്ഞല്ലോ സാറേ, ഇവിടെ ബന്ധം സ്വന്തം ഒന്നുമില്ല. തെറ്റ് ചെയ്യണത് എൻ്റെ സ്വന്തം അച്ഛനായിരുന്നാൽ പോലും ഞാൻ മുഖം നോക്കാതെ നടപടി എടുത്തിരിക്കും. ഇനിയിപ്പോൾ അഥവാ അതിന് കഴിഞ്ഞില്ലെങ്കിൽ ഇതങ്ങ് ഉരുവയ്ക്കും എന്ന് പറയുന്നത് കേട്ടോ, യൂണിഫോം പിടിച്ചിട്ട്. അതാ എൻ്റെ രീതി. അങ്ങനെ ജലജ അബിയുടെ അടുത്ത് എത്തിയിട്ടോ. അപ്പോൾ അബി ഇത് അറിയാതെ ഇങ്ങനെ ചെമ്മലും ചാരി ചെയ്തിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ വിഷമത്തോടു കൂടി വിളിക്കുന്നുണ്ട് മോനെ അബിന്ന്. അപ്പോൾ ചാടി എനിക്ക് വരുന്നുണ്ട്. എന്നിട്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ, വക്കീലിനെ കൊണ്ടാണോ അമ്മ വന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അതെ, പക്ഷേ ജാമ്യം തരത്തില്ലെന്ന് അവൾ പറയണത്. വക്കീൽ എന്താ അമ്മയെ പറഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയണ്ടേ, എടാ ഒരുത്തി ജാമ്യം തരത്തില്ലെന്ന് പറഞ്ഞ് കടുംപിടുത്തം പിടിച്ച വക്കീൽ എന്ത് ചെയ്യാനാ? അമ്മേ, കോടതിയിൽ ഹാജരാക്കിയ മിക്കവാറും എന്നെ റിമൈൻഡ് ചെയ്യും അമ്മേ. പിന്നെ ഞാൻ ജയിലിൽ പോകേണ്ടി വരും. അപ്പം ജലജ പറയണ്ട കേട്ടോ, എടാ അനന്തപുരി തറവാട്ടിലെ അനന്തമൂർത്തിയുടെ കൊച്ചുമോൻ ജയിലിൽ കിടക്കുന്നതിൽ അയാൾക്ക് മാനിക്കടലിൽ പിന്നെ ഞാനെന്ത് പറയാനാ? അമ്മ എന്താ അമ്മ വീട്ടിലുള്ളവരോട് ഇതിനെ രക്ഷിക്കണമെന്ന് പറയാത്തത്? അപ്പോൾ ജലജ ചോദിക്കുന്നുണ്ട് കേട്ടോ, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ആദർശം വിളമ്പുന്നവരല്ലേ അവിടെ ഉള്ളവരെല്ലാവരും. അപ്പോൾ ഒന്നും അറിയാത്ത പോലെ അഭി ചോദിക്കാൻ കേട്ടോ, അങ്ങനെ ആദർശം വിളമ്പുന്നവരെന്താ ആദർശിൻ്റെ കാര്യത്തിൽ മാത്രം ഒന്നും ചെയ്യാതിരുന്നത്? ഇപ്പോഴും അവൻ മാന്യമായിട്ട് വലസല്ലേ? ഇതൊക്കെ ഞാനും നവ്യം മാറിയും തിരിഞ്ഞും ചോദിക്കുന്നുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും ഒരു ഫലമില്ലടാ അബി. അപ്പോൾ അബി പറയുന്നുണ്ട്, ഞാൻ ഇതുവരെ ജയിലിൽ കിടന്നിട്ടില്ല അമ്മയെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജലജ പറയുന്നുണ്ട്, എടാ സ്വന്തം മോൻ ജയിലിൽ കിടക്കുമ്പോഴേ നിന്നെക്കാളും നോക്കുന്നത് എനിക്കടാ മോനെ. അപ്പോൾ പറയാൻ കേട്ടോ അമ്മയുടെ അടുത്ത്, അമ്മ നവ്യനെ ചൂട് പിടിപ്പിക്കണം, അവളെ കൊണ്ട് ആ കുടുംബം കുട്ടിച്ചോറാക്കണം. ഞാൻ ജയിലിലേക്ക് പോവുകയാണെങ്കിൽ എന്ന് പറയുന്നുണ്ട് കേട്ടോ. പറയുന്നുണ്ട് അതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്, പക്ഷേ നിനക്ക് ജയിൽ പുള്ളി എന്നുള്ളൊരു പേര് വിടില്ല ബി. അത് ഒഴിവാക്കണമെന്ന് ആർക്കും അവിടെ തോന്നണില്ലല്ലോ. അതെനിക്ക് തോന്നണില്ല അമ്മേ. ഞാനും അമ്മയും അവിടെ എന്നും പുറമ്പോക്കാം. നമ്മളെ കടിച്ചു കളഞ്ഞിട്ട് ഇനി ആ നന്ദു എന്ന് പറയണോളെയും കൂടി അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം. അപ്പോൾ 3 മരുമക്കളാവുമല്ലോ ഒരു വീട്ടിൽ നിന്ന്. അപ്പോൾ ജലജ പറയുന്നുണ്ട് കേട്ടോ, അപ്പോൾ എടാ ഇതിനൊക്കെ ഇപ്പോൾ നമ്മൾ സമ്മതിച്ചാൽ പോലും നവ്യ സമ്മതിക്കത്തില്ല. എന്ന് വെച്ചാൽ അവളുടെ കൺമുന്നിൽ വെച്ചിട്ടാ നന്ദു നിന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത്. എന്നിട്ട് അവളോട് വന്നിട്ട് കാല് പിടിച്ചില്ലേ നന്ദുവിൻ്റെ? എന്നിട്ട് അസത്തിൻ്റെ മനസ്സറിഞ്ഞോ? അതൊന്നും നവ്യയുടെ മനസ്സൊന്നും മാഞ്ഞു പോകത്തില്ല. ഇനി ഞാൻ ചെന്നിട്ട് വക്കീലായിട്ടൊന്ന് ആലോചിക്കാം, എന്തെങ്കിലും മാർഗം ഉണ്ടെന്ന് നോക്കാം. പോലീസ് FIR ഇട്ടിരിക്കുന്നത് ഒരിക്കലും ജാമ്യം കിട്ടാത്ത വകുപ്പിലാന്നൊക്കെയാണ് വക്കീൽ പറഞ്ഞത്. പിന്നെ ശ്രമിച്ച് നോക്കാം എന്ന് പറഞ്ഞിട്ട് ജലജ പോയി. അഭി ആകാൻ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. ഈ സമയം നയനയുടെ വീട്ടിൽ നയന അച്ഛൻ്റെ മടിയിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അങ്ങനെ തലവടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ കനകമ്മ ചോദിക്കുന്നുണ്ട്, ഒരുത്തൻ ഒരു വീടിനെ നശിപ്പിച്ചേ അടങ്ങുമെന്ന് വ്രതം എടുത്താൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് കേട്ടോ, അത് നവിക്ക് അറിയില്ലല്ലോ, പറയാനും പറ്റില്ല. അപ്പോൾ കനകമ്മ പറയുന്നുണ്ട്, പറയാൻ പോയപ്പോഴല്ലേ അവൾ ഭയപ്പെടുത്തി വിട്ടത്. അപ്പം നയനേനെ നോക്കിയിട്ട് അമ്മ പറയുന്നുണ്ട് കേട്ടോ, എന്നാലും എൻ്റെ മോൾക്ക് വിശേഷമുള്ള സമയത്ത് ഈ വേദനിപ്പിക്കുന്ന സംഭവങ്ങളുണ്ടായല്ലോ. അപ്പം അച്ഛൻ പറയുന്നുണ്ട് നയനോട്, ശരീരമൊക്കെ സൂക്ഷിക്കണേ മോളെ, ഇതൊന്നും മോള് ശ്രദ്ധിക്കണ്ട. അപ്പോൾ നയന മോളുണ്ട് കേട്ടോ. അപ്പോൾ അത് കനകമ്മ പറയുന്നുണ്ട്, മോളെ ഇനി എന്തായാലും 2 ദിവസം നിന്നിട്ടൊക്കെ പോയാൽ മതി എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും നയൻ്റെ ഫോൺ അടിക്കണ്ടേ. ഫോൺ എടുത്ത് നോക്കിയിട്ട് പറയുന്നുണ്ട് കേട്ടോ, അമ്മയാ എൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി വിളിക്കുക. പിന്നെ ഇങ്ങനെ 2 ദിവസം ഞാനിവിടെ നിൽക്കണേ. ഹലോ അമ്മയെന്ന് പറയുമ്പോൾ ദേവേനെ ഇവിടുന്ന് ചോദിക്കണേട്ടാ, എന്തെടുക്കുക? സമയത്ത് ഭക്ഷണം കഴിക്കണ്ടോ മോളെ? അപ്പോൾ ചിരിച്ചിട്ട് നയനെ ചോദിക്കട്ടെ കേട്ടോ, ഞാൻ എൻ്റെ വീട്ടിലേക്കല്ലേ വന്നത്, അപ്പോൾ പിന്നെ അതിനെന്തെങ്കിലും മുടക്കണ്ടാവും അമ്മേ. അപ്പോൾ ചോദിക്കട്ടെ കേട്ടോ, അടുത്ത അമ്മയുണ്ടോ എന്ന് ചോദിക്കണ്ട. അപ്പോൾ നയനെ പറയണ ഉണ്ട് എന്ന് ചോദിക്കണേ, ഒന്ന് കൊടുത്തേ. അപ്പോൾ കനകമ്മോട് പറയണ്ടേട്ടാ, മോള് ഭക്ഷണത്തിൻ്റെ കാര്യത്തിനൊന്നും അത്ര ശ്രദ്ധിക്കണില്ല, ഒന്ന് നോക്കിക്കോളണേ. അത് പിന്നെ എന്നോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ ദേവേനി? ഞങ്ങളിപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ പറയായിരുന്നു. ഞങ്ങളുടെ മൂത്ത മോള് കാര്യങ്ങളൊന്നും അറിയാണ്ട് എല്ലാവരും ശപിച്ചുകൊണ്ട് നടക്കുകയല്ലേ. അപ്പോൾ ദേവേനി പറയണ്ടോ, എന്ത് ചെയ്യാനാ കനകെ, ഇവിടുത്തെ സ്വസ്ഥത കളയണത് അബിയും അവൻ്റെ അമ്മയും കൂടിയാ. അവൻ വലിയൊരു തെറ്റ് ചെയ്തിട്ടും കുടുംബം തകരാതിരിക്കാൻ വേണ്ടിയിട്ടാ ആദർശ് അത് ഏറ്റെടുത്തത്. അതിൻ്റെ ഇടയ്ക്കാ പെട്ടെന്ന് കാശുകാരനാവാൻ വേണ്ടിയിട്ട് അവൻ ഇങ്ങനൊരു തിരിമറി നടത്തിയത്. കുടുംബം മുഴുവൻ കാരണം നാണം കിട്ടും. എല്ലാം കഴിയുമ്പോഴേ അവൻ്റെ അമ്മ പറയണത് അവർ പുറമ്പോക്കായതുകൊണ്ട് അവളെയും മകനെയും തിരഞ്ഞു പിടിച്ച് ശിക്ഷിക്കാന്നാ. അവൾക്കറിയില്ലല്ലോ ചന്തുമോൾ അവളുടെ കൊച്ചുമോളാണെന്ന്. അപ്പോൾ കനകമ്മ പറയണ്ട കേട്ടോ, മൊത്തത്തിൽ സമയദോഷം ഞങ്ങൾക്ക്. നവ്യയുടെ കാര്യം ഇങ്ങനെയായി, നന്ദുവിൻ്റെ നിശ്ചയം നടന്നില്ല. അതിനിടയ്ക്ക് ആകെയുള്ളൊരു സന്തോഷം നയനമോളുടെ കാര്യമാണ്. അപ്പോൾ ദേവേനി പറയണ്ട കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് വിളിക്കണത്, ശരീരം ഒന്നും അധികം ഇളക്കണ്ടെന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഞാനിപ്പോൾ ഡോക്ടറെ വിളിച്ച് വെച്ചതേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കനകമ്മ പറയുന്നുണ്ട്, ആദർശിൻ്റെ അമ്മ വിഷമിക്കണ്ട, മോളെ ഇന്നലെ ഞങ്ങൾക്ക് കിട്ടിയുള്ളൂ, മോൾക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം ഞാൻ ഉണ്ടാക്കി കൊടുത്തോളാം. ദേവേനി പറഞ്ഞിട്ട് ശരി, പെട്ടെന്ന് ഇങ്ങോട്ട് വിട്ടേക്കണം കേട്ടോ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ കനകമ്മ പറയും, ആദർശ് വന്ന് വിളിച്ചാൽ പിന്നെ മോള് പെട്ടെന്ന് അങ്ങോട്ട് എത്തിക്കോളും. അപ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അപ്പോൾ നയനെ ചോദിക്കുന്നുണ്ട്, കണ്ടില്ലേ അച്ഛൻ്റെ അമ്മൻ്റെ അടുത്താന്ന് പറഞ്ഞിട്ട് കൂടി അമ്മയ്ക്ക് ടെൻഷനാണ്. എന്തായാലും അബിയുടെ പ്രശ്നങ്ങളും നവ്യേച്ചിട്ട് മാറ്റും, ആ കുടുംബത്തെ ആകെ വിളച്ചിരിക്കുക. അപ്പോൾ അച്ഛൻ പറയുന്നത് കേട്ടോ, അബിയുടെ കാര്യം ആലോചിച്ചിട്ട് ഒരു സമാധാനവും ഇല്ല മോളെ, അവൻ അത്രത്തോളം എല്ലാവരെയും പരീക്ഷിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് തോന്നിയിട്ടുണ്ട് അവൻ്റെ അടുത്തുനിന്ന് നവ്യനെയും കുഞ്ഞിനെയും ഇവിടെ കൊണ്ടു നിർത്തണമെന്ന്. പിന്നെ നവ്യോടൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായി പോയല്ലോ. ഈ സമയം അനന്തപുരിയിലാണെങ്കിൽ ജാനകി എന്തോ ഇങ്ങനെ ആലോചിച്ചിരിക്കട്ടേട്ടാ. ഒരു ബുക്ക് കയ്യിലെടുത്തിട്ടുണ്ട്, പക്ഷെ അതിങ്ങനെ മറയ്ക്കുന്നുണ്ട്, വേറെ എന്തോ ആലോചിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അജയൻ വന്നിട്ട് ചോദിക്കണേ, നീ എന്താ ആലോചിച്ചിരിക്കണേ? ഈ കുടുംബത്തിൻ്റെ വേറെ ആർക്കാൻ വന്ന പഴയ മരുമകളെ പറ്റിയാണോ?
അപ്പോൾ ജാനകി പറയുന്നുണ്ട് അവളെ പറ്റി ഞാൻ എന്തിനാണ് ചിന്തിക്കുന്നത്, അവളെന്താണെന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ അജയൻ പറയുന്നുണ്ട് ഇനി നീ അവളെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ പിന്നെ നിന്നെ ഈ കുടുംബത്തിൽ നിന്ന് പറഞ്ഞു വിടേണ്ടി വരും. അപ്പോൾ ജാനകി പറയുന്നുണ്ട് അനാമികയുടെ ഭാഗത്ത് തെറ്റുകൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞു ഞാൻ. അപ്പോൾ അജയൻ പറയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇനി അവളുടെ അടവൊന്നും എൻ്റെ അടുത്ത് നടക്കില്ല. പിന്നെ അവളെ നീ ഇങ്ങോട്ട് വരില്ലല്ലോ, പിന്നെന്തിനാ അങ്ങനെയുള്ളപ്പോൾ അവളെ പറ്റി ഞാൻ ചിന്തിക്കേണ്ട കാര്യം എന്താ? അവളെ എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല നന്ദുവിനി. നന്ദു എന്ത് പഴിച്ചു ചോദിക്കണ്ടേട്ടാ അജയൻ. അപ്പോൾ പറയുന്നുണ്ട് അവളുടെ 2 ചേച്ചിമാർ ഈ വീട്ടിലെ മരുമക്കളാ, അതറിഞ്ഞു വെച്ചുകൊണ്ട് അവൾ അനിയനെ സ്നേഹിക്കാൻ പാടില്ലായിരുന്നു. എൻ്റെ ബന്ധത്തിലൊക്കെ നല്ല നല്ല പെൺകുട്ടികളുണ്ട്, നമ്മുടെ മോന് പറ്റിയ പെൺകുട്ടികൾ. പിന്നെന്തിനാ ഒരിക്കലും നടക്കാത്ത ബന്ധത്തെ പറ്റി നമ്മൾ ചിന്തിക്കണത്? അപ്പോൾ അജയൻ ചോദിക്കട്ടെ അതിനിപ്പോൾ ഇവിടെ ആരും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട് എന്നാലും ഇവിടെ എല്ലാവരുടെ മനസ്സിലുണ്ട് നന്ദുവിനെ വീട്ടിലേക്ക് കൊണ്ടുവരണമെന്ന്. അത് സമ്മതിച്ചു കൊടുക്കാൻ എനിക്ക് ഒരിക്കലും പറ്റില്ല. അപ്പോൾ അജയൻ ചോദിക്കുന്നുണ്ട് കേട്ടോ നയനേനെ ഇപ്പം നീ അംഗീകരിക്കുന്നുണ്ടോ? എനിക്കിപ്പോൾ പഴയ പോലെ ദേഷ്യമൊന്നും അതിനോടില്ല. പിന്നെ അവളുടെ അനിയത്തിനെ പറഞ്ഞു വിലക്കാത്തതിലുള്ള ചെറിയ ദേഷ്യം അതെനിക്കുണ്ട്. അപ്പോൾ അജയൻ ചോദിക്കുന്നുണ്ട് കേട്ടോ ആരെ പറഞ്ഞത് നയന നന്ദുവിനെ പറഞ്ഞു വിലക്കിയില്ലെന്ന്? നയന ഒരിക്കലും അവളുടെ അനിയത്തിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ആഗ്രഹിച്ചിട്ടില്ല. അതൊക്കെ പറച്ചിലല്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ. എന്നിട്ട് ജാനകി പറയുന്നുണ്ട് അതുപോലെ തന്നെ ആദർശ് വലിയ തെറ്റ് ചെയ്തു, അതിന് ഇതുവരെ ആരും വിമർശിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ ഈ വീട്ടിലെ ചിട്ടകളും നിയമങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അജയനൊന്നും മിണ്ടാണ്ട് കേട്ടോ, ഒന്നും വിട്ട് പറയാനും പറ്റില്ലല്ലോ. എന്നിട്ട് പറയുന്നുണ്ട് ഒരിക്കലും തെറ്റിന് കൂട്ടു നിൽക്കുന്നവരല്ല ഈ വീട്ടിലുള്ളവർ, അത് നീ വന്ന് കയറിയ മുതൽ നിനക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ജാനകി ചോദിക്കും കേട്ടോ എന്നിട്ട് ആദർശിൻ്റെ കാര്യത്തിൽ മാത്രം എന്താ ഒരു ഇരട്ടത്താപ്പ് വന്നത്? അപ്പോൾ ദേഷ്യം വന്നിട്ട് അജയൻ പറയണം കേട്ടോ നിൻ്റെ ഇപ്പോഴത്തെ ഈ സ്വഭാവം ഉണ്ടല്ലോ അതെനിക്ക് ഒട്ടും അങ്ങോട്ട് ദഹിക്കണില്ല. നീ ഇപ്പോൾ പഴയ ആളല്ല, അതുകൊണ്ടാണ് പലതും നിന്നോട് പറയാൻ പറ്റാത്തത്. നീയേ ഇപ്പം ജലജയ്ക്കൊപ്പം കൂടിയിരിക്കുക, ഞാൻ അങ്ങനെ ആർക്കൊപ്പം കൂടിയിട്ടില്ല. അതുപോലെ എൻ്റെ മോനെ പോലീസ് സ്റ്റേഷനിലും കോടതിയിലൊക്കെ കയറ്റി വരുത്തിനെ ഞാനിപ്പോൾ സ്നേഹിക്കുന്നുമില്ല. അതിനോടൊപ്പം തന്നെ മറ്റുള്ളവർ തെറ്റും തെറ്റാന്ന് പറയാതെ അതിനൊട്ടും അംഗീകരിക്കാൻ എനിക്ക് പറ്റില്ല. അതും പറഞ്ഞ് ജാനകി അങ്ങോട്ട് പോയിട്ടോ. അപ്പം ദേഷ്യം ഇങ്ങനെ കടിച്ചമർത്തി നിൽക്കുകയാണ് അജയൻ. അപ്പോൾ ദേവേൻ്റെ മുറിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ദേവേനെ ആർക്കും ഫോൺ ചെയ്തിട്ട് കിട്ടാതെ അങ്ങനെ മടുപ്പിരിക്കുന്ന സമയത്ത് എടത്തി എന്ന് വിളിച്ചിട്ട് ചെല്ലുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് എടത്തി ഉൾപ്പെടെ എല്ലാവരും അനാമിയെക്കുറിച്ച് പറഞ്ഞതൊക്കെ സത്യമാണ്. അതൊക്കെ ഞാൻ സമ്മതിക്കുമ്പോഴും എനിക്കൊരു സംശയം. അപ്പോൾ ദേവേനെ സംശയത്തോടുകൂടി നോക്കുകയാണ് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട് എടത്തി ആദർശിൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആദർശിൻ്റെ കുഞ്ഞല്ലേ ശരിക്കും ചന്തുമോള്? ദേവേനെ എന്ത് പറയണമെന്ന് അറിയേണ്ട വട്ടം തിരിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ചോദിക്കുന്നുണ്ട് എടത്തി എന്തൊന്നും പറയാത്തത്? ഞാനെന്ത് പറയാനാ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആണെങ്കിൽ ആണെന്ന് പറഞ്ഞൂടെ? ആണെന്ന് നേരത്തെ പറഞ്ഞല്ലോ, പിന്നെ ഇങ്ങനെ ഒരു ചോദ്യത്തിൻ്റെ ആവശ്യമുണ്ടോ? അപ്പോൾ ജാനകി പറയുന്നുണ്ട് എനിക്ക് എന്തൊക്കെയോ സംശയമുണ്ട്. ആദർശം അങ്ങനെ ഒരു തെറ്റ് ചെയ്യുകയാണെങ്കിൽ അച്ഛൻ ഒരിക്കലും അവനെ സപ്പോർട്ട് ചെയ്യാനില്ലായിരുന്നു. അപ്പോൾ ദേവേനെ ചോദിക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ, പിന്നെ ഇപ്പോൾ ഇങ്ങനൊരു ചോദ്യമായിട്ട് എന്തിനാ നീ എൻ്റെ മുന്നിൽ വന്നേ? അതൊരു കരടായി എൻ്റെ മനസ്സിലേക്ക് കിടക്കുന്നു എടുത്തി. ദേവേനൊന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പോൾ ജാനകി പറയുന്നുണ്ട് അനഘ എന്നൊരു പെൺകുട്ടീനെ ആദർശിച്ച് സ്നേഹിച്ചതായിട്ട് എനിക്കറിയില്ല, അങ്ങനെ ഒരു പേര് പോലും ഈ വീട്ടിൽ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. പിന്നെ പെട്ടെന്ന് എങ്ങനെയാ അങ്ങനെ ഒരു പെൺകുട്ടിയും അവളുടെ മോളൊക്കെ അവതരിച്ചത്? അപ്പോൾ ദേവേനി പറഞ്ഞിട്ടോ എനിക്ക് അതേപറ്റി കൂടുതലൊന്നും അറിയില്ല. ആദർശ് എന്നോട് വന്നിട്ട് പറഞ്ഞു അവൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല, ഇതിൻ്റെ പിന്നിലൊരു ചതിയുണ്ടെന്ന്. എന്നാൽ ചന്തുമോളെ ഏറ്റെടുക്കാതിരിക്കാൻ പറ്റില്ല എന്ന് എന്നോട് പറഞ്ഞു. പിന്നെ നയനമോൾ ആദർശിനൊപ്പം നിന്നുകൊണ്ട് ചന്തുമോളെ സ്വന്തം കുഞ്ഞായിട്ട് ഏറ്റെടുക്കുകയും ചെയ്തു. ഇപ്പം ആ കുഞ്ഞ് എൻ്റെ മോൻ്റെയും മരുമോളുടെയും സ്വന്തം കുഞ്ഞിനെ പോലെയാണ്. അപ്പോൾ പിന്നെ ഞാൻ അവൾക്ക് മുത്തശ്ശിയാവണ്ടേ? അപ്പോൾ ജാനകിക്ക് സംശയം മാറിയിട്ടില്ല കേട്ടോ. അപ്പോൾ ജാനകി പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞ് എൻ്റെ നാവ് അടപ്പിക്കാം, പക്ഷേ അതിലുപരി എന്തോ സത്യം ഉണ്ടല്ലോ എടുത്തി. ഇനിയിപ്പോൾ സത്യം തിരഞ്ഞ് നീ നടക്കണ്ട എന്ന് പറയുന്നുണ്ടോ ദേവയാനി. ഞാനും നീയും മനസ്സിലാക്കി എൻ്റെ മോൻ തെറ്റൊന്നും ചെയ്യില്ല, അവനെ ഒരു പെൺകുട്ടീനും ചതിക്കാനും ആവില്ല. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ജാനകി വീണ്ടും ചോദിക്കുന്നുണ്ട് കേട്ടോ ആദർശിൻ്റെ ഭാഗത്ത് ന്യായമില്ലാതെ നയനയ്ക്ക് ആദർശിനെ സ്നേഹിക്കാൻ പറ്റുമോ? അപ്പോൾ ദേവയാനി പറഞ്ഞു ഒരിക്കലും ഇല്ല. നയനയ്ക്ക് മാത്രമല്ല ആദർശിൻ്റെ മുത്തശ്ശിക്കും ഒന്നും അവനോട് ക്ഷമിക്കാനേ പറ്റില്ല. പക്ഷേ അവരാരും അവനെ കുറ്റപ്പെടുത്താത്ത സ്ഥിതിക്ക് നമ്മളും കൂടെ നിൽക്കുന്നതല്ലേ നല്ലത്. അപ്പോൾ ജാനകി പറഞ്ഞിട്ട് പക്ഷേ അനഘയെ പോലൊരു പെൺകുട്ടീനെ ആദർശിച്ച് സ്നേഹിച്ചിട്ട് വേണ്ടെന്ന് വെച്ചെങ്കിൽ എനിക്കത് അംഗീകരിക്കാനാവില്ല എടുത്തി. ആർക്കും അത് പറ്റില്ല. പിന്നെ അവൻ്റെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ ജലജിയും നവ്യൊക്കെ ഏതൊക്കെ രീതിയിൽ അവനെ കുറ്റപ്പെടുത്തുന്നത്? ആ സമയത്തെങ്കിലും സത്യങ്ങൾ അവന് തുറന്നു പറഞ്ഞൂടെ? ദേവേനി പറഞ്ഞിട്ടോ അതൊക്കെ നീ അവനോട് തന്നെ ചോദിക്ക്, അല്ലെങ്കിൽ നയനമോളോട് ചോദിക്ക്. എനിക്ക് ഇതിനകത്ത് പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നുമില്ല. അപ്പോൾ ജാനകി പറഞ്ഞിട്ടോ എത്രയൊക്കെ മൂടി വെച്ചാലും ഒരിക്കൽ അറിയാനുള്ളതൊക്കെ എല്ലാവരും അറിയും. അതും പറഞ്ഞിട്ട് ജാനകി പോയിട്ടോ. അപ്പോൾ ദേവയാനി ഒന്ന് ആലോചിക്കുന്നുണ്ട് ഇപ്പോഴത്തെ മാറ്റത്തിൽ ഇവളോട് സത്യം പറയാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇനി എപ്പോഴാണ് പഴയ പോലെ സ്വഭാവം മാറുമെന്ന് അറിയില്ല. അതുകൊണ്ട് തൽക്കാലം അവളൊന്നും അറിയണ്ട. ഇതും പറഞ്ഞ് ഇവിടെ നിന്ന് പോയിട്ട് നമ്മുടെ ജാനകി അവിടെ നിന്നിട്ട് വീണ്ടും ആലോചിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. ആ സമയത്ത് ജലജ അടുത്തേക്ക് വന്നിട്ടുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ജാനകി നിനക്കറിയാം ആദർശിൻ്റെ വശത്തെ തെറ്റുകൾ എന്തൊക്കെയാണെന്ന്, എന്നിട്ട് നീ ഇപ്പോൾ പഴയ പോലെ കൂടെ നിൽക്കുന്നില്ലല്ലോ. അപ്പോൾ ജാനകി പറയുന്നുണ്ട് കേട്ടോ ഇവിടെ നടന്ന എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. ആദർശിൻ്റെ ഭാഗത്ത് ന്യായം ഉണ്ടെന്നൊക്കെ എടുത്തി എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. ആ കാര്യത്തിൽ എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ പിന്നെ സത്യം എന്താണെന്നൊക്കെ അവരോട് പറയാൻ പാടില്ലായിരുന്നോ? അപ്പോൾ ജാനകി പറയുന്നുണ്ട് എത്ര തവണ ഞാനും നീയൊക്കെ പറഞ്ഞിട്ടുള്ളതാ, എന്നിട്ട് ആരും ഒന്നും വിട്ടു പറയുന്നില്ലല്ലോ. അപ്പോൾ ജലജ പറയണ്ടിട്ടാ എടി ഉള്ളത് ഞാൻ പറയാം, ആ നാമിക അത്ര കുഴപ്പക്കാരൊന്നും അല്ലായിരുന്നു. അപ്പോൾ ജാനകിയുടെ പട്ട് പറയട്ടെ അവളെ പറ്റി നീ മിണ്ടരുത്. അവളെയും അവളുടെ വീട്ടുകാരെയും ഞാൻ പരമാവധി സപ്പോർട്ട് ചെയ്തതാ. അവർക്ക് വേണ്ടി വീട്ടിൽ യുദ്ധം നടത്തി. എൻ്റെ ഭർത്താവ് മോനെ ആയിട്ട് ചില്ലറെന്നല്ല അവൾക്ക് വേണ്ടി ഞാൻ വഴക്കിട്ടത്.
പക്ഷേ അവളുടെ ചരിത്രം നീ അറിഞ്ഞില്ലേ? എടി ആ നരസിംഹ സാറിന്റെ കൊച്ചുമൻ നവീനാണ് ആ കോടതിയിൽ വാദിച്ചത് എന്ന് പറഞ്ഞിട്ട് ജലജ. അവൻ അനാമയ്ക്കെതിരെ കൊണ്ടുവന്നതൊക്കെ കള്ള തെളിവുകളാണെങ്കിലോ? അപ്പോൾ ജാനകി വെക്കുന്നുണ്ടോ, കള്ള തെളിവാണെങ്കിൽ അവൾക്കത് കോടതിയിൽ പറയായിരുന്നല്ലോ. അവൾ മെന്റൽ ഹോസ്പിറ്റലിൽ കിടന്നതിനും ഡ്രഗ്സ് ഉപയോഗിച്ചതിനും വ്യക്തമായ തെളിവുണ്ട്. അങ്ങനെ ഒരുത്തിയാ കള്ളം പറഞ്ഞ് ഇതിനകത്ത് കയറിയത്. പിന്നെ അവളെയും അവളുടെ കുടുംബത്തിനെയും എനിക്ക് ന്യായീകരിക്കാൻ പറ്റുമോ? അവളെക്കുറിച്ച് മുൻപ് നല്ലത് പറഞ്ഞുകൊണ്ട് ഇപ്പം എനിക്ക് മുത്തശ്ശൻ്റെയും മുഖത്ത് പോലും നോക്കാൻ പറ്റണില്ല. അമ്മ എൻ്റെ അടുത്ത് ചോദിച്ചു, നിന്റെ തലയ്ക്കകത്ത് ഇപ്പോഴെങ്കിലും വെളിച്ചം വന്നുവെന്ന്. ഇനിയെങ്കിലും അത് വേണ്ട ജലജേ. അനാമിക എൻ്റെ മോൻ്റെ ജീവിതത്തിന് പോയില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു സ്ഥിതി? ആ കാര്യത്തിൽ അതുകൊണ്ട് എനിക്ക് മറ്റുള്ളവരെ വിമർശിക്കാൻ പറ്റില്ല. അപ്പോൾ ജലജ ചോദിക്കട്ടോ, ഓ അതുകൊണ്ട് നീ ആ മൊട്ടച്ചീനെ ഇവിടെ മരുമകളായിട്ട് കൊണ്ടുവരികയായിരിക്കുമല്ലേ? ഒരിക്കലുമില്ല. ആ കാര്യത്തിൽ ഞാൻ എനിക്കൊപ്പവും അവനെ അനുകൂലിക്കുന്നവർക്കൊപ്പവും നിൽക്കില്ല. ഒരു കുടുംബത്തിൽ നിന്ന് 3 മരുമക്കൾ ഈ വീട്ടിൽ വേണ്ട എന്ന് മാത്രമല്ല, തൻ്റെ ഒരു പോലീസുകാരിയെ ഈ വീടിൻ്റെ മരുമകളായിട്ട് ആവശ്യമില്ല. അപ്പോൾ ജലജയ്ക്ക് കുറച്ച് ആശ്വാസമായിട്ടോ. എന്നിട്ട് വന്നിട്ട് പറയണ്ട, അതെ ഇനി അവൾ ഈ വീട്ടിൽ മരുമകളായി വരുന്നതിനെ ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് അവളുടെ ചേച്ചിയായിരിക്കും, എൻ്റെ മരുമോള്. ഞാനും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ജലജ നമ്മുടെ ജാനകി പറയണ്ടോ, അപ്പോഴും നിൻ്റെ മോൻ്റെ പ്രവൃത്തിനെ ന്യായീകരിക്കാനൊന്നും എനിക്ക് പറ്റില്ല. നീ എൻ്റെ മോൻ്റെ പ്രവൃത്തി ന്യായീകരിക്കേണ്ട. ആദർശിന് ഇഷ്ടംപോലെ ന്യായീകരിച്ചപ്പോൾ അവൻ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ കുടുംബത്തിന് സൽപ്പേരുണ്ടാക്കുന്നതാണല്ലോ. അതും പറഞ്ഞ് ചാടിത്തുള്ളിയിൽ പോയിട്ട് ജലജ. അപ്പോൾ ജാനകിക്ക് ദേഷ്യം വന്ന് നിൽക്കുകയാണ്. ഈ സമയം നവ്യന് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആകെ ടെൻഷൻ അടിച്ച് മുറിയിൽ ഇരിക്കണം കേട്ടോ. ആ സമയത്താണ് ജലജയുടെ ചെല്ലിൽ. എന്നിട്ട് പറയുന്നത്, മോളെ നവ്യേ, എല്ലാവരും നമ്മളെ ഒറ്റപ്പെടുത്താന്ന് തോന്നണേ. ഈ ജാനകിക്ക് ഇപ്പം നല്ല മാറ്റമുണ്ട്. വേറൊന്നും കണ്ടല്ല, അബിയുടെ കാര്യം പറഞ്ഞപ്പോൾ അവൾ അബീനെ അത്ര കണ്ട് ന്യായീകരിച്ചൊന്നുമില്ല. കള്ളക്കടത്തുകാർക്കൊപ്പം കൂട്ടുന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പം നവ്യ പറയുന്നുണ്ട്, ആരെന്തൊക്കെ പറഞ്ഞാലും ശരി, ഈ വീട്ടിലെ മൂത്ത കൊച്ചുമകനെ പോലെ തെറ്റിയത് ആരും ഇവിടെ ഇല്ല. എന്നിട്ട് പറയണം, പണത്തിന് വേണ്ടി ചിലപ്പോൾ ആൾക്കാർ ചില തെറ്റൊക്കെ ചെയ്തെന്ന് വരും. എന്നാൽ അതിനേക്കാളൊക്കെ എത്ര വലിയ തെറ്റാ ആദർശേട്ടൻ ചെയ്ത തെറ്റ്. അയാൾ ചെയ്ത പാപം ഈ ജന്മത്തിലും അടുത്ത ജന്മത്തിലും ഒന്നും അയാൾക്ക് മാറ്റി കളയാൻ പറ്റില്ല. അപ്പോൾ ജലജ ചോദിക്കേണ്ടത്, ഇതൊക്കെ ആരോട് പറയാനാ മോളെ? അപ്പം നവ്യ പറയുന്നുണ്ട്, എൻ്റെ വീട്ടിൽ വെച്ചൊക്കെ എന്നും ഒന്നായിരുന്നു നയനും നന്ദും. ഞാൻ അവരിന്നൊക്കെ വ്യത്യസ്തമായിട്ട് സഞ്ചരിച്ചേ. ഇവിടേക്ക് വന്ന ശേഷം നടന്നതൊക്കെ അമ്മയ്ക്ക് ഓർമ്മയുണ്ടല്ലോ. അന്ന് നയന എൻ്റെ ശത്രുവായിരുന്നു, ഇനി അങ്ങനെ തന്നെ ആയിരിക്കും. നയനും നന്ദും ഇനി എനിക്ക് ആരുമല്ല. അബി ജയിലിൽ കിടക്കണമെന്ന് ആരൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടോ എന്നും അവരെൻ്റെ ശത്രുപക്ഷത്തായിരിക്കും. അപ്പോൾ ജലജ പറയുന്നുണ്ട് കേട്ടോ, അബിനെ ഈ വീട്ടിൽ അംഗമായിട്ട് ആരും അംഗീകരിച്ചിട്ടില്ലേ മോളെ? എൻ്റെ കാര്യം അങ്ങനെയൊക്കെ തന്നെ. അപ്പം നവ്യ പറയുന്നുണ്ട്, അമ്മ പലപ്പോഴും അങ്ങനെ പറയുമ്പോൾ അബിയുടെയും അമ്മയുടെയും ഭാഗത്തൊക്കെ തെറ്റുകളുണ്ടായിരുന്നുകൊണ്ട് ഞാൻ അതിനങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടൊന്നുമില്ല. പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലായി ഈ തറവാട്ടിലുള്ളവരുടെ മനസ്സിരിപ്പ്. ആദർശേട്ടൻ്റെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് അബീനെ അതിലും വലിയ തെറ്റുകാരനാക്കാനാ ഇവിടെയുള്ളവർ ശ്രമിക്കണത്. ഈ കേസ് പോലും കള്ളക്കേസാണോ എന്ന് എനിക്ക് സംശയമുണ്ട് അമ്മേ. അപ്പോൾ ജലജ പറയുന്നുണ്ട്, കള്ളക്കേസ് തന്നെയായിരിക്കും. അബീനെ മൂർത്തി ജ്വല്ലറി വേറൊരു സ്റ്റാഫാക്കി അനിയുടെ കീഴിലാക്കി. അതും പോരാഞ്ഞിട്ട് ഇനി പൂർണ്ണമായിട്ട് അവനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അവനെ കേസിൽ കൊടുക്കിയിരിക്കുന്നത്. ആദർശ് എന്ന് പറയുന്നുണ്ടല്ലോ, അവരാണ് യഥാർത്ഥ ക്രിമിനൽ. മനസ്സിനകത്ത് വിഷം നിറച്ച് നടക്കണനാണ് അവൻ. അവനെ സപ്പോർട്ട് ചെയ്തിട്ട് നിന്റെ അനിയത്തി അങ്ങനെ പോയി. നയനയുടെ പ്രേരണ കൊണ്ടാണ് അബിയെ നന്ദു അറസ്റ്റ് ചെയ്തത്. അപ്പം നവ്യ പറയട്ടെ, അത് മാത്രമല്ലല്ലോ, ലോക്കപ്പിൽ അവനെ ഇടിച്ചു പിഴിഞ്ഞെടുത്തില്ലേ. ഇതിന് നമ്മൾ ഒന്നിച്ച് നിൽക്കണം. നമുക്കൊരവസരം വരുമ്പോളെ നമ്മളത് പരമാവധി മുതലാക്കുകയും വേണം. അപ്പം നവ്യ ദേഷ്യത്തിൽ നിൽക്കണം കേട്ടോ. അപ്പം അങ്ങനെയാണ് നമ്മുടെ പത്രമാറ്റ് ഇന്ന് അവസാനിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നാളത്തെ എപ്പിസോഡായിട്ട് നാളെ വീണ്ടും വരാം. അപ്പോൾ ഓക്കെ, ബൈ.